ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിൽ അടിസ്ഥിതമായിട്ടുള്ളത് അല്ല. ചിലർക്ക് നല്ല വെളുപ്പ് കളറായിരിക്കും, ചിലർക്ക് ഇരുനിറമായിരിക്കും, ചിലർക്ക് കറുത്ത നിറമായിരിക്കും. ഏത് നിറമാണെങ്കിലും ആ നിറത്തിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ നോർമലി ഉള്ള ആ തൊലിയുടെ കളറ് ചില ഭാഗങ്ങളിൽ കുറച്ച് കറുപ്പ് നിറം, ചില ഭാഗങ്ങളിൽ കുറച്ച് വെളുപ്പ് നിറം എന്ന് വരുന്ന കണ്ടിട്ടില്ലേ? പലർക്കും നമ്മുടെ നോർമലായിട്ടുള്ള ടോണിൽ പെട്ടെന്നൊരു വ്യത്യാസം വരുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വലിയ ഐഡിയ ഉണ്ടാവില്ല. ചിലർക്ക് നെറ്റിയുടെ ഭാഗത്തൊരു കറുപ്പ് നിറം വരുന്നതാണ്, ചിലർക്ക് താടിയുടെ ഭാഗത്ത് മാത്രം കറുപ്പ് നിറം വരും, ചിലർക്ക് കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും കറുപ്പ് നിറം, ചിലർക്ക് കക്ഷത്തിലായിരിക്കും കറുപ്പ് നിറം കാണുന്നത്, ചിലർക്ക് തുടയിടുക്കിലെ കറുപ്പ് നിറമായിരിക്കും. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വരുന്ന കറുപ്പ് നിറവും ഇത് ഓരോ ശരീരത്തിന് വരുന്ന ഓരോ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ വളരെ കോമൺ ആയിട്ട് നോർമലി ഉള്ള തൊലിയുടെ കളർ പെട്ടെന്ന് അങ്ങ് ഇരുണ്ടു പോകുന്നതിൻ്റെ കാരണങ്ങളും ഈ കാരണങ്ങൾ വേണ്ട നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും പറഞ്ഞുതരാം. പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചില ഭാഗത്ത് തൊലിക്ക് കറുപ്പ് നിറം വരുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം നോർമലി വെളുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ശരീരത്തിൽ ചില ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ കറുപ്പ് നിറം വരാം. ഉദാഹരണമായിട്ട് സെക്ഷൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ ആ ഒരു അഡോളസൻസ് എത്തുന്ന ഒരു പീരീഡ്, അതായത് ടീനേജിലേക്ക് കയറുന്ന സമയത്തോ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലാകുന്ന സമയത്തോ ആ വരുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതൽ കറുപ്പ് നിറം കണ്ടുവന്ന് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത്, ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്ത് നോർമലി ഉള്ള കളറായിട്ടുള്ളവർക്ക്, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും, പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൺ കൂടുന്ന സമയത്ത് അവൻ്റെ ലൈംഗിക അവയവത്തിന് കൂടുതൽ ഇരുണ്ട നിറം വന്നു എന്ന് വരാം. അതേപോലെ സ്ത്രീകൾക്ക് ഈ പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ ശരീരത്തിൽ ചെറിയ ഡിസ്കളറേഷൻ, ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ വന്നു എന്ന് വരാം. അതേപോലെ മാസമുറയൊക്കെ തുടങ്ങുന്ന സ്ത്രീകൾക്കും അതുപോലെ ഗർഭാവസ്ഥയിലാകുന്ന സ്ത്രീകൾക്കും അവരുടെ യോനി തടങ്ങളിലും ആ ഭാഗങ്ങളിലെല്ലാം ഇത്തിരി കറുപ്പ് നിറം കൂടുതൽ കണ്ടു എന്ന് വരാം. ബ്രസ്റ്റിൽ, നിപ്പിളിൻ്റെ ഏരിയയിൽ, മുലക്കണ്ണുകളുടെ ഭാഗത്തെല്ലാം ഒരല്പം കറുപ്പ് നിറം കൂടുതൽ കണ്ടു എന്ന് വരാം. ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഇതെല്ലാം നോർമലുമാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ഹോർമോണൽ ചേഞ്ചസിനനുസരിച്ചും ഈ നിറത്തിന് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു എന്ന് വരാം. ഇതല്ലാതെ രണ്ടാമതൊരു കണ്ടീഷനുണ്ട്. അതായത് നോർമലി നമ്മുടെ സ്കിന്നിന് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ഈ പിഗ്മെൻ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതലായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു വരാം. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ മോക്കുരു ഉണ്ട്, മോക്കുരു ഞെക്കി പൊട്ടിക്കുന്നു, ആ ഭാഗത്തുള്ള കോശങ്ങൾ അത്രയും ഇപ്പോൾ കുഴി വരികയോ ഡാർക്ക് വരികയോ ചെയ്യും ഇല്ലേ? എന്തുകൊണ്ടാണ് ആ ഭാഗം ക്രമേണ കറുത്തു പോകുന്നത്? ഇങ്ങനെ കോശങ്ങൾക്ക് ഇഞ്ചുറി വരുമ്പോൾ, അതായത് കേടുപാടുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് മെലാനിൻ എന്ന് പറയുന്ന ഈ പിഗ്മെൻറ്റ് കൂടുതലായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കറുപ്പ് നിറം വരുന്നത്. ചിക്കൻ ബോക്സ് വരുന്ന കുരുക്കളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന പല ഭാഗത്തുള്ള ഈ കുരുക്കൾക്കെല്ലാം തന്നെ ഈ കറുപ്പ് നിറം വരുന്നതിൻ്റെ കാരണവും ആ ഭാഗത്തുള്ള കോശങ്ങളുടെ ഡാമേജ് കൊണ്ട് പിഗ്മെൻറ്റേഷൻ കൂടുതൽ വരുന്നതാണ്. ഇത് തന്നെ പല രോഗങ്ങളുടെ ഭാഗമായിട്ട് ഈ മുറിവുകളൊന്നും ഉണ്ടാകാതെ തന്നെ കോശങ്ങൾ കൂടുതലായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ തൊലി കറുത്തു പോകുന്നതും ചില ഭാഗങ്ങളിൽ നോർമലായിട്ടുള്ള കളർ ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളിൽ ഇത് വരാനുള്ള സാഹചര്യം പറഞ്ഞുതരാം. ഒന്നാമത്തത്, കുട്ടികൾക്ക് വരുന്ന ഡ്രൈ സ്കിൻ. നിങ്ങൾക്കറിയാം, ജനിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചുവപ്പ് നിറം വരുന്നു, ഇല്ലെങ്കിൽ കുരുക്കൾ വരുന്നു, പിന്നെ അവിടെ ചൊറിച്ചിൽ വരുന്നു, പിന്നെ ആ ഭാഗങ്ങൾ ഡ്രൈ ആകുന്ന കണ്ടിട്ടില്ലേ? ചിലരിതിനെ കരപ്പൻ എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ ഡ്രൈനെസ് വന്നിട്ട് നമ്മൾക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഭാഗങ്ങളിൽ ആ കോശങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടും ആ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഇഞ്ചുറിയും കൊണ്ട് കൂടുതലായിട്ട് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഭാഗത്തെ കോശങ്ങൾ കറുത്തു പോകും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ സ്ഥിരമായിട്ട് ചൊറിച്ചിൽ വരുന്ന ഭാഗത്ത് ഒരു കറുപ്പ് നിറം കണ്ടിട്ടില്ലേ? അതിൻ്റെ കാരണം ഈ എക്സിമ എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയാണ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള ആൾക്കാർക്കോ അലർജി കൂടുതലുള്ള കുട്ടികൾക്കോ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ചില ഭാഗങ്ങൾ കറുപ്പ് നിറം കൂടുതൽ കണ്ടുവന്ന് വരാം. ഇതല്ലാതെ ഇപ്പോൾ വണ്ണമുള്ള കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ, വയറിൻ്റെ മടക്കുകളിൽ, തുടയിടുക്കുകളിലൊക്കെ കറുപ്പ് നിറം കാണും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കോശങ്ങൾ ഇപ്പോൾ തുടയൊക്കെ തമ്മിൽ ഇങ്ങനെ കൂട്ടി ഉരസി കഴിഞ്ഞാലോ, അവർക്ക് വണ്ണം ഉള്ളത് കൊണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തെ കോശങ്ങൾ കൂട്ടി ഉരസുമ്പോഴോ ഈ സ്കിന്ന് തമ്മിൽ ഇങ്ങനെ ഉരസുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കോശങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടാവുകയും അവിടെ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഈ വണ്ണം വയ്ക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് കറുപ്പ് നിറം വരുന്നത്. ഇത് മുതിർന്നവരിലും കാണാം കേട്ടോ. അമിതവണ്ണം ഉള്ളവരെ കണ്ടിട്ടില്ലേ? ശരീരത്തിൻ്റെ പല മടക്കുകളിൽ, ഇപ്പോൾ കൊഴുപ്പിൻ്റെയൊക്കെ പാളികളുള്ള മടക്കുകളിൽ നോക്കി കറുപ്പ് നിറം വരുന്നതാണ്. അതെല്ലാം ഈ കോശങ്ങൾ തമ്മിൽ
ഇങ്ങനെ ഉരഞ്ഞിട്ട് ആ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഇൻഫ്ലമേഷൻ കൊണ്ട് മെലാനിൻ പിഗ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ മുതിർന്നവരിൽ വരുന്ന ചില ഇനം ചർമ്മ രോഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, സോറിയാസിസ് പോലുള്ള രോഗാവസ്ഥകൾ വരുന്നവർക്ക് ഈ സോറിയാസിസിൻ്റെ നീർക്കെട്ടുണ്ടാകുന്ന കോശങ്ങൾക്ക് നീർക്കെട്ടുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നോർമൽ ആകുമ്പോൾ ചിലപ്പോൾ കറുപ്പ് നിറം കൂടുതലായിട്ട്, ഇപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചെറിയ പാച്ചസ് പോലെ സ്കിൻ ചേഞ്ചസ് വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട്. ഈ സോറിയാസിസ് പോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ മടക്കുകളിലൊക്കെ പൊതുവേ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. റിംഗ്വേം ഇൻഫെക്ഷൻ, ടീനിയ ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്ത് വല്ലാണ്ടങ്ങ് ചൊറിഞ്ഞിട്ട് ഈ ഭാഗത്തുള്ള കോശങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ട് വന്ന് ഈ ഭാഗത്ത് കൂടുതലായിട്ട് ഈ പിഗ്മെൻ്റ് ഡെപ്പോസിറ്റ് വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫംഗസ് ഇൻഫെക്ഷൻ വന്ന് മാറുന്നിടത്ത് കറുത്ത പാച്ചസ് ആയിട്ട് വരുന്നതായിട്ടുള്ളത്. ചിലർക്ക് ബട്ടക്സിൻ്റെ ഭാഗത്ത്, നിതംബത്തിൻ്റെ ഭാഗത്തായിക്കോട്ടെ, തുടയിടുക്കുകളിലായിക്കോട്ടെ ഈ ഫംഗസ് വന്ന് മാറിക്കഴിഞ്ഞാൽ ഈ കറുപ്പ് നിറം വിട്ടുമാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കൂടുതലായിട്ടുണ്ടാകുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്ന പിഗ്മെൻറ്റേഷനാണ്. ഇനി കോമൺ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഏജ് കഴിഞ്ഞിട്ട് വരുന്ന, പ്രത്യേകിച്ച് ഒരു 30-32 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന സാഹചര്യങ്ങളിലാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പ്രസവമെല്ലാം കഴിഞ്ഞിട്ട്, പലപ്പോഴും ഗർഭാവസ്ഥയിലോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടോ വരുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് വരുന്ന ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ, ഈ കരിമങ്ങല്യോ എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ, ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിലും കണ്ടുവരാറുണ്ട്. ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് ഇങ്ങനെ വശങ്ങളിൽ, പ്രത്യേകിച്ച് മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്ന ചെറിയ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ ക്രമേണ തുടങ്ങി കൂടിക്കൂടി വന്നിട്ട് കറുത്ത നിറം വരും. ഇത് കാരണം ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനോ ഒക്കെ തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. മെലാസ്മ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കോമൺ ആയിട്ട് പറയുന്ന പേര്. ഇത് സ്ത്രീകൾക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാരിലും കാണുമെങ്കിലും സ്ത്രീകൾക്കാണ് ഈ വിഷയം കൂടുതലായിട്ട് കാണുന്നത്. ഇതേപോലെ തന്നെ കാണുന്ന ഒരു സിറ്റുവേഷനാണ് ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു ഓട്ടോഇമ്യൂൺ രോഗം. പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ഒരു ചെറിയ ഡാർക്ക് ഡിസ്കളറേഷൻ, അതിപ്പം താടിയുടെ ഭാഗത്താകാം, മുഖത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ തുടങ്ങിയിട്ട് ക്രമേണ മുഖം മൊത്തം വ്യാപിക്കുന്ന, നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേർത്ത ഗ്രീൻ ഡിസ്കളറേഷൻ, ഒരു ലൈറ്റ് പച്ച ഡിസ്കളറേഷൻ പോലെ കണ്ടിട്ട് ക്രമേണ അത് നല്ല ഡാർക്ക് ഡിസ്കളറേഷനായി ഒരു കറുത്ത നിറത്തിൽ മുഖത്ത് മൊത്തത്തിൽ കളർ മാറിപ്പോകും. ചിലർ ഡൈ ഒക്കെ ഉപയോഗിച്ചാലോ ഇല്ലെങ്കിൽ തലയിൽ ഇപ്പം മുടി നരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ മൈലാഞ്ചി, ഹെന്നയൊക്കെ ഇട്ട് തുടങ്ങും. ഈ ഹെന്നയ്ക്കകത്തെല്ലാം ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് പലർക്കും തുടങ്ങുന്നത്. നെറ്റിയിലായിരിക്കും ഇതിൻ്റെ കറുപ്പ് നിറം കൂടുതലായിട്ട് കാണുന്നത്. ക്രമേണ മുഖത്ത് വ്യാപിക്കുന്നു, ശരീരത്തിൻ്റെ പല ഭാഗത്തും വന്നു എന്ന് വരാം. ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അലർജി കൊണ്ടല്ലാതെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ലൈക്കൻ പ്ലാനസ് കറുത്ത പാച്ച് പോലെ കാണും. ഇത്തരം കണ്ടീഷൻസിന് നല്ല ചൊറിച്ചിലും അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതാണ് വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ. ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ചില ഓയിൻമെൻറ്റ് ഇട്ട് നോക്കും, രക്ഷയില്ല, പിന്നെ ആയിരിക്കും ഡോക്ടർമാരുടെ പുറകെ പോകുന്നത്. ഇനി മറ്റൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ അമിതവണ്ണം ഉള്ളവരിൽ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അക്കാന്തോസ് എന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് നിറം, മുഖത്തിൻ്റെ വശങ്ങളിൽ വരുന്ന കറുപ്പ് നിറം, ചെവിയുടെ ഈ ഭാഗം ചിലപ്പോൾ കറുപ്പ് നിറം കാണുക, കൈകളുടെ, നമ്മുടെ കൈവിരലുകളുടെ ഈ ജോയിൻസിൻ്റെ പുറത്ത് കറുപ്പ് നിറം കാണുക, കക്ഷത്തിൽ കറുപ്പ് നിറം കാണുക, നമ്മുടെ മുട്ടിൻ്റെ പുറകിൽ കറുപ്പ് നിറം കാണുന്നു, നിതംബത്തിൻ്റെ പുറകിൽ കറുപ്പ് നിറം, തുടയുടെ പുറകിൽ കറുപ്പ് നിറം കാണുന്ന ഒരവസ്ഥ, അടിവയറിൽ ഒരു കറുപ്പ് നിറം കാണും. ഇതെല്ലാം അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണത്. ശരീരത്തിൽ ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു കണ്ടീഷന് പലരും പോയിട്ട് സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നോ അല്ലെങ്കിൽ പുറമേയുള്ള മരുന്നുകളോ ഒന്നും ഇട്ടാലൊന്നും ഈ ഒരു കണ്ടീഷൻ പോകാതെ ക്രമേണ കൂടി വരികയും, പ്രത്യേകിച്ച് ഒരു 10 വയസ്സുള്ള പെൺകുട്ടികളിൽ പോലും ഈ ഒരു അവസ്ഥ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ അക്കാന്തോസിസ് പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ, പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ ഈ പുറകിൽ മുതുകിൻ്റെ ഭാഗത്തെല്ലാം തന്നെ ഈ ചെറിയ സൂചി വെച്ച് കുത്തിയതുപോലുള്ള കറുത്ത നിറത്തിലെ ഡോട്ട് പോലെ കാണാം. കൈകളിലും ഷോൾഡറിലും എല്ലാം തന്നെ ഡോട്ടായിട്ട് കണ്ടുവന്ന് വരാം. ഇത് ഈ ശരീരത്തിലുണ്ടാകുന്ന രോമകൂപങ്ങളിൽ കെരാറ്റിൻ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഹൈപ്പർ കെരാറ്റോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ചിക്കൻ സ്കിൻ എന്നൊക്കെ ചിലർ ഇതിന് കോമൺ ആയിട്ട് പറയും. ശരീരത്തിൽ ഇങ്ങനെ തടവി നോക്കിക്കഴിഞ്ഞാൽ ഈ കറുത്ത പാടുകളുടെ ഒപ്പം തന്നെ ചെറിയ നമ്മുടെ സ്കിന്നിൻ്റെ മൃദുത്വം അങ്ങ് പോയിട്ട് തരിതരിപ്പ്, നമുക്ക് ഈ സൂചി, ഈ മുട്ടുപിന്നിൻ്റെ കുത്ത് പോലെ അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ ഒരു അവസ്ഥ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് ശരീരത്തിൽ വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹെയർ ഫോളിക്കിളിനകത്ത് ഈ കൂടുതലായിട്ട് കെരാറ്റിൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ കറുപ്പ് നിറം വരുന്ന ഒരവസ്ഥയാണത്. ഒറ്റ നോട്ടത്തിൽ ചൂടുകുരു വന്നതുപോലെ തോന്നുമെങ്കിലും ഇത് ചൂടുകുരു അല്ല. നമുക്ക് ഇത് ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന ഒരവസ്ഥയാണത്. നമ്മൾ ഉപയോഗിക്കുന്ന പല ലേപനങ്ങളുടെ അലർജി പോലെ തന്നെ നമുക്ക് കേൾക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഓവർ
ഹീറ്റും നമുക്ക് പലപ്പോഴും സ്കിന്നിന് ചേഞ്ചസ് വരാം. അമിതമായി വെയിൽ കൊള്ളുന്ന, വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മുഖത്തും ശരീരത്തിലും കരുവാളിപ്പ് വരുന്ന കണ്ടിട്ടില്ലേ? ഇത് മുഖത്തും ശരീരത്തിലെയും സ്കിന്നിന് ഓവറായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കുകയും കറുപ്പ് നിറം ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വലിയ വെയിലൊന്നും കൊള്ളാതെ ജീവിക്കുന്നവർ പുറത്ത്, പ്രത്യേകിച്ച് കടുത്ത ചൂടുള്ള ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് കറുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഹെവി ആയിട്ട് ടാൻ ആയതെന്ന് പറയും. ഒരു മാസം കൊണ്ട് പലരും നോർമൽ ആകുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പതിവായിട്ട് നമ്മൾ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അൾട്രാ വയലറ്റ് റേസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളിൽ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ വരികയും ചിലർക്ക് കൂടുതലായിട്ട് ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യും. ഇത് വെയിലത്ത് നിന്ന് മാറിയിരുന്നാലും മാറാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഓവറായിട്ട് വെയിലേൽക്കുന്ന നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ചുളിവ് വരുന്നതിനും നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഡെപ്പോസിറ്റ് ഒക്കെ കുറഞ്ഞു പോയിട്ട് സ്കിന്ന് തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ വെയിലടിക്കുന്നതും വലിയ തോതിൽ പ്രോബ്ലം ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഫലഭാഗത്തും കറുപ്പ് നിറം ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് ചില ഇനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് ഇപ്പം സന്ധിഭാഗത്തിനൊക്കെ കഴിക്കുന്ന ചില ഇനം മെത്തോട്രിക്സൈറ്റ് പോലുള്ള ചില ഇനം മരുന്നുകൾ സ്കിന്നിന് ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ പലർക്കും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. HCQ പോലുള്ള മരുന്നുകൾ കോവിഡ് കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മരുന്നുകൾക്കും ചിലർക്ക് ഇത്തരത്തിലുള്ള ഡിസ്കളറേഷൻ കാണാറുണ്ട്. സ്റ്റിറോയിഡ് മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരിൽ ഇത്തരത്തിൽ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് മുഖത്തിൻ്റെ വശങ്ങളിലെല്ലാം കഴുത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ കറുപ്പ് നിറം വരുന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ തൊലിക്ക് കറുപ്പ് നിറം പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു വരാം. ഇനി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്തെല്ലാമാണ് മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് പലരും ചെയ്യുന്ന എന്താണ്, ഈ കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ കറുപ്പ് നിറം മെലാനിൻ കുറയ്ക്കാനുള്ള ഓയിൻമെൻറ്റുകൾ വാങ്ങി ഇട്ട് നോക്കും. ചിലർ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ബ്ലീച്ച് ചെയ്യുന്നതാണ്. ചിലർ പോയിട്ട് ഇപ്പോൾ കെമിക്കൽ പീലിംഗ് പോലുള്ള ചില പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നതാണ്. എന്ത് ചെയ്തിരുന്നാലും ബേസിക് ആയിട്ടുള്ള കാരണം ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്കിന്നിന് കറുപ്പ് നിറം തൊലിപ്പുറമേ വന്നതെന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കളർ നോർമലാവും. ഏറ്റവും പ്രധാനമായിട്ടും കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ സ്കിൻ വന്നിട്ട് എക്സിമ വന്നിട്ട് അറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കറുപ്പ് നിറം മാറുന്നതിന് ആ ഭാഗത്ത് ഡ്രൈനെസ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടത്. പലരും വെളിച്ചെണ്ണ പോലുള്ള ലേപനങ്ങൾ ആ ഭാഗത്ത് പുരട്ടാറുണ്ട്. പുരട്ടരുത്, അത് അവരുടെ സ്കിൻ കണ്ടീഷൻ കൂടുതലും മോശമാക്കാറുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ലോഷൻ അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ല് പുരട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള ഭാഗത്ത് ഒരു തവണ ലേപനം പുരട്ടിയിരുന്നാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഡ്രൈ ആവുന്നതാണ്. ദിവസത്തിൽ 3 നേരം അല്ലെങ്കിൽ 4 നേരം ഈ ഡ്രൈ സ്കിൻ ഉള്ള ഭാഗത്ത് നിങ്ങൾ ഈ മോയ്സ്ചറൈസർ പുരട്ടുന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഓട്ടോമാറ്റിക്കലി കുറയുകയും ഈ കറുപ്പ് നിറം ക്രമേണ മാറി വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ എക്സിമയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കറുപ്പ് നിറം മാറ്റുന്നതിന് ഹോമിയോപ്പതിയിലും മെഡിസിൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ കഴുത്തിന് വരുന്ന കറുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഇൻസുലിൻ ഫാസ്റ്റിംഗ് സിറം ഇൻസുലിൻ ലെവൽ പരിശോധിക്കുക. ഇൻസുലിൻ നോർമൽ ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ എടുത്താൽ മാത്രമേ ഈ ഡിസ്കളറേഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിൽ വരുന്ന മെലാസ്മ, ലൈക്കൻ പ്ലാനസ് ഉള്ള രോഗങ്ങൾ സ്വന്തമായിട്ട് ചികിത്സിച്ചാൽ കാര്യമില്ല. ഇതെല്ലാം മെഡിസിൻസ് ഉപയോഗിച്ചാൽ നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്കിന്നിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അലർജി ആണോ ഇല്ലയോ എന്നുള്ളത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പുതിയൊരു ഡൈ വാങ്ങിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കാൻ ഏതെങ്കിലും ഒരു ഓയിൻമെൻറ്റ് വാങ്ങുന്നു. ഇത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുരട്ടി ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ആ ഭാഗത്തുള്ള കോശങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളത് ശരീരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇവയുടെ ഉപയോഗം തന്നെ ഗ്രാജ്വലി പലർക്കും ഈ ചേഞ്ചസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ചുരുണ്ട മുടി സ്ട്രെയിറ്റ് ആക്കുന്ന ക്രീമുകളുണ്ട്, തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ചില മരുന്നുകളുണ്ട്. ഇതെല്ലാം തന്നെ അവർക്ക് ആ കെമിക്കൽസിൻ്റെ അലർജി കൊണ്ട് മുഖത്ത് ഡിസ്കളറേഷൻ ഉണ്ടാക്കിയെന്ന് വരാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ശരീരത്തിൽ ഇപ്പോൾ തുടയിടുക്കിലും മറ്റുള്ള ഫംഗസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ടീനിയ പോലുള്ള അവസ്ഥകളുണ്ടെങ്കിലോ ഇത് ചികിത്സിച്ച് മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കറുപ്പ് നിറം കുറയ്ക്കാനുള്ള മരുന്നുകൾ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് മുഖത്ത് വരുന്ന ലൈക്കൻ പ്ലാനസ്, മെലാസ്മ പോലുള്ള അവസ്ഥ, അക്കാന്തോസിസ് പോലുള്ള രോഗാവസ്ഥകൾ ഇതൊക്കെ മാറ്റുന്നതിന് ഈ കറുപ്പ് നിറം മാറ്റുന്നതിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ബേസിക്കലി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കളർ ചേഞ്ച് വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ നിറം നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് തൊലിക്ക് വരുന്ന ഈ കറുപ്പ് നിറം, ഈ ഡാർക്ക് ഡിസ്കളറേഷൻ. സോ ഈ ഒരു പ്രശ്നം മാറ്റുന്നതിന് ഞാൻ ഈ പറഞ്ഞത് എന്താണ് കാരണമെന്നും പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.